മാന്യ സദസ്സിന് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പറയുന്നതിന് മുമ്പ് മിസ്റ്റർ ശ്രീകുമാർ അത് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച SMA ഇറക്കിയ ഓണോപഹാരം എന്ന പബ്ലിക്കേഷനിൽ എൻ്റെ ഒരു ലളിതമായ ഒരു ചെറിയ കവിത അച്ചടിച്ച് വന്നിരുന്നു. ആൻഡ് താങ്ക്സ് ടു SMLR ഫോർ allowing me to share the stage, and especially thanks to Mr. Sri. നമ്മുടെ എല്ലാം മനസ്സിൽ ഒരോണം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരോണം. അത് നിങ്ങളുടെ ബാല്യത്തിലാവാം, യൗവനത്തിലാവാം, കൗമാരത്തിലാവാം, ഏത് സ്റ്റേജിലും ആയിക്കോട്ടെ. എൻ്റെ മനസ്സിലും അതുപോലെ ഒരു ഓണമുണ്ട്. ആ ഓണത്തെപ്പറ്റി ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു മുഖം എൻ്റെ മുത്തശ്ശിയുടേതാണ്. വളരെ പൊക്കം കുറഞ്ഞ, നല്ല ഹേസൽനട്ട് കളറുള്ള കണ്ണുകളുള്ള, ചുവന്ന മുക്കുത്തിയിട്ട ഒരു മുത്തശ്ശി. ഓണം വരുമ്പോൾ, ഓണം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മുത്തശ്ശിയാണ്. ഞാൻ മുത്തശ്ശി എന്ന് കവിതയിൽ പറഞ്ഞെങ്കിലും ഞാൻ വിളിക്കുന്നത് വല്യമ്മച്ചി എന്നാണ്. ഞങ്ങളുടെ ഭാഗത്തേക്ക് അമ്മയുടെ അമ്മ അങ്ങനെയാണ് വിളിക്കാറ്. ഓണം കൊണ്ട് വരുന്ന വല്യമ്മച്ചി. അപ്പോൾ ഇന്ന് വല്യമ്മച്ചി ഇല്ല, എന്നാലും ഓണമാകുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വല്യമ്മച്ചിയാണ്. അപ്പോൾ എൻ്റെ കവിതയും എൻ്റെ തന്നെ അനുഭവങ്ങളെ പറ്റിയുള്ളതാണ്. ഒരു ചെറിയ കവിത അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. പത്തരമാറ്റുള്ളൊരോണം. ഓർമ്മയിൽ ഇന്നും പ്രിയമാമൊരോണം. കൗമാരത്തിൻ വെയിൽ ചൂടേറ്റ നീണ്ടിതകൂർന്ന മുടിയിഴതൻ നേർത്ത നനവുള്ള നെറ്റിയിലെ ചന്ദനത്തിൻ സുഗന്ധമുള്ളോണം. അത്തപ്പൂവിനും മുൻപേ എത്തും മുത്തശ്ശി. ഉത്സാഹത്തിമിർപ്പിൽ ഉച്ചത്തിൽ പാടിയും തിരുവാതിരകളാടിയും എത്രയോ സന്ധ്യകൾ. നിലവിളക്കിൻ നേരിയ വെളിച്ചത്തിൽ മിന്നി മറയുന്നു മുത്തശ്ശി തൻ ചുവന്ന മുക്കുത്തിത്തുറ. പുലരിയിൽ മുറ്റത്ത് പത്രത്താളിൽ പൂക്കൾ നിരത്തി ഇതളുകൾ ഓരോന്നായി അടർത്തിടും മുത്തശ്ശി. മഞ്ഞയും ചുവപ്പും വെളുപ്പും പൂവിതളുകളാൽ പൂക്കളം തീർക്കാൻ എനിക്കന്നും ഇന്നുമേറെ ഇഷ്ടം. അന്നത്തെ ആഘോഷത്തിൻ പൊൻശോഭയിൽ നനയ്ക്കാതെ എത്തിയ പൂക്കള സമ്മാനത്തിന് ഒപ്പം ചേർന്ന സൗഹൃദത്തിൽ പത്തരമാറ്റം. മുത്തശ്ശി ഇല്ലാത്തൊരോണങ്ങൾ എത്രയോ വന്നുപോയി. എന്നിട്ടും ഇന്നുമാ ഓണത്തിന് എന്തിത്ര സമയം. താങ്ക് യു വെരി മച്ച്.